Hi everyone, this is Abin from Evika. നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 9 റിലീസ് ആയപ്പോൾ ആപ്പിൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത ഒരു ഓപ്ഷനാണ് ഡബിൾ ടാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ ആപ്പിൾ തന്നെ മറച്ചു വെച്ച ഏറ്റവും വലിയ ഹിഡൻ ഫീച്ചറാണ് നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 4 മുതൽ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന ആപ്പിൾ വാച്ച് അൾട്ര 2 വരെ നമുക്ക് ഡബിൾ ടാപ്പ് ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനു മുമ്പും നമുക്ക് ഈ പറയുന്ന എല്ലാ സീരീസിൽ ഡബിൾ ടാപ്പ് മാത്രമല്ല സിംഗിൾ ടാപ്പും സിംഗിൾ ക്ലഞ്ചും ഡബിൾ ക്ലഞ്ചും എന്നിങ്ങനെ പറയുന്ന കുറേയധികം ഓപ്ഷൻസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ ഫുൾ ഫ്ലെജ് കാര്യങ്ങളും ഞാൻ ഈ പറയുന്ന വാച്ചിൽ കാണിക്കുന്നുണ്ട്, അതേപോലെ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും ആദ്യം നമ്മുടെ ഐഫോണിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐഫോണിൽ നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഈ ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് പോവുക. ഇവിടെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ആക്സസിബിലിറ്റിയിൽ നേരെ താഴത്തേക്ക് പോവുക. ഈ താഴത്തേക്ക് പോയിക്കുമ്പോൾ ഇവിടെ കാണുന്ന അസസീവ് ടച്ച് എന്നൊരു ഓപ്ഷൻ ഓൺ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇതെന്തായാലും ഡിഫോൾട്ടായിട്ട് ഓഫ് ആയിരിക്കും, പക്ഷേ ഓൺ ആക്കിയിടുക. ഇവിടെ ഓൺ ആക്കിയതിന് ശേഷം അടുത്ത വരുന്ന സ്റ്റെപ്പാണ് ഹാൻഡ് ഗസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫുൾ ഫ്ലെജ് ഓപ്ഷൻസിൻ്റെ ലിസ്റ്റ് കാണാം. ടാപ്പ്, ഡബിൾ ടാപ്പ്, ക്ലഞ്ച്, ഡബിൾ ക്ലഞ്ച് എന്നിങ്ങനെ ഓപ്ഷൻസ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഈ ഒരു ടാപ്പിൽ നമുക്ക് ഫോർവേഡ് ആക്കാം, ബാക്ക്വേർഡ് ആക്കാം, ടാപ്പ് ആക്കാം, ആക്ഷൻ മെനു ആക്കാം. ഡിജിറ്റൽ ക്രൗണിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷൻസും ഇവിടെ സെലക്ട് ചെയ്യാം. അതേപോലെ സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഇൻട്രാക്ഷൻ സെലക്ട് ചെയ്യാം. നമ്മുടെ ഓട്ടോ സ്ക്രോൾ നമുക്ക് റെഡിയാക്കാം. അതേപോലെ ഷോർട്ട് കട്ടുകൾ നമുക്ക് റെഡിയാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒന്നും വേണ്ടെങ്കിൽ ഈ പറഞ്ഞ നൺ എന്നൊരു ഓപ്ഷനും നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ എല്ലാം ആപ്പിളിൻ്റെ പ്രീസെറ്റായിട്ട് വരുന്ന ആ ഓപ്ഷൻസ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ഇതേപോലെ തന്നെ വെക്കുന്നതാണ് ഏറ്റവും ഉചിതവും അതേപോലെ നമുക്ക് യൂസ്ഫുള്ളുമാവുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്, ആക്ടിവേഷൻ ഗസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ഇത് ഡബിൾ ക്ലഞ്ചിലാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഡബിൾ ടാപ്പ് ആക്കാം, അല്ലെങ്കിൽ ഞണ്ണാക്കാം. ഇപ്പോൾ ഡബിൾ ക്ലഞ്ച് മാറ്റി ഞാൻ ഡബിൾ ടാപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഏറ്റവും ഐക്കോണിക്കായ ഭാഗം വരുന്നത്. ഇവിടെ നമ്മുടെ ആപ്പിൾ വാച്ചിൽ ഇപ്പോൾ പെട്ടെന്നൊരു ബ്ലൂ ലൈറ്റ് മിന്നി മറിഞ്ഞ് പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ആ ഒരു ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ ബോർഡർ എന്ന് പറയുന്നത് നമ്മുടെ അസസീവ് ടച്ച് റെഡിയാണ്, അല്ലെങ്കിൽ അസസീവ് ടച്ച് ഓൺ ആണ് എന്ന് നമുക്ക് തരുന്ന ഒരു ഇൻഡിക്കേഷനാണ്. ഇനി അങ്ങനെ വരുന്നില്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ സെൻറ്റർ സെലക്ട് ചെയ്യുക. കൺട്രോൾ സെൻറ്ററിൽ പൊക്കത്തായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയും നമ്മുടെ ആക്സസിബിലിറ്റിയുടെ ഓപ്ഷൻ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആക്സസിബിലിറ്റിയിൽ അസസീവ് ടച്ച് ഓൺ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ഹോമിലേക്ക് പോവാം, അല്ലെങ്കിൽ വാച്ച് ഇൻ്റർഫേസിലേക്ക് പോവാം. ഇവിടെ ഞാൻ എൻ്റെ ഈ പറഞ്ഞ അസസീവ് ടച്ച് ആക്ടിവേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ ടാപ്പിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് സിംഗിൾ ടാപ്പ്. സിംഗിൾ ടാപ്പ് ചെയ്തപ്പോൾ അത് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ സിംഗിൾ ടാപ്പ്, അത് ഈ പറഞ്ഞ ക്യാരിയറിലേക്ക് വന്നിട്ടുണ്ട്. സിംഗിൾ ടാപ്പ്, നെക്സ്റ്റിലേക്ക് പോയി സിംഗിൾ ടാപ്പ്, ഇത് ബാറ്ററി പെർസെൻറ്റേജിലേക്ക് പോയി. ഈ സിംഗിൾ ടാപ്പിൽ ഞാൻ ഫോർവേഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ടാപ്പ്, ബാക്കിലേക്ക് പോയി, പിന്നെയും ബാക്കിലേക്ക് പോയി, പിന്നെയും നമുക്ക് ബാക്കിലേക്ക് പോയി. ഇനി ഞാൻ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് എങ്ങനെ സെലക്ട് ചെയ്യും? സിംഗിൾ ക്ലഞ്ച്. എൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആയിട്ടുണ്ട്. ഇനി ഡബിൾ ടാപ്പ്, നമുക്ക് പൊക്കത്തേക്ക് പോയി, സിംഗിൾ ടാപ്പ്, താഴത്തേക്ക് പോയി, സിംഗിൾ ടാപ്പ്, പിന്നെയും താഴത്തേക്ക് പോയി, സിംഗിൾ ടാപ്പ്, പിന്നെയും താഴത്തേക്ക് പോയി. ഇനി ഞാൻ എങ്ങനെ ഹോമിലേക്ക് പോകും? കാരണം എൻ്റെ ഡിജിറ്റൽ ക്രൗൺ ആക്ടിവേറ്റ് ചെയ്യാതെ എനിക്ക് ഹോമിലേക്ക് പോകാൻ ഡബിൾ ക്ലഞ്ച് ചെയ്യുക. ഡബിൾ ക്ലഞ്ച് എന്നാൽ ഇതാണ് ഡബിൾ ക്ലഞ്ച്. ഇനി ഞാൻ ഇവിടെയും നമുക്ക് കുറേ ഓപ്ഷൻസ് കാണിച്ചു തരാം. സിംഗിൾ ടാപ്പ്, മുമ്പിലേക്ക് പോയി സിംഗിൾ ടാപ്പ്. ഇവിടെ സ്ക്രോൾ ഡൗൺ വന്നിട്ടുണ്ട്, സ്ക്രോൾ അപ്പ് വന്നിട്ടുണ്ട്, അതേപോലെ ഇൻട്രാക്ഷൻ വന്നിട്ടുണ്ട്, ഓട്ടോ സ്ക്രോൾ, ഷോർട്ട് കട്ട്, സ്ലീപ്പ് ഡിസ്പ്ലേ, അതേപോലെ ഡിസ്മിസ്. ഇനി എനിക്ക് നേരെ ഡിജിറ്റൽ ക്രൗണിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഞാൻ ഓരോ ഡബിൾ ടാപ്പിലും
ആ ഒരു ഓപ്ഷൻ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ഇനി എൻ്റെ ഡിജിറ്റൽ ക്രൗണിലേക്ക് എത്തി. ഇനി ഹോമിലേക്ക് പോകണം. സിംഗിൾ ക്ലഞ്ച്. ഇപ്പോൾ ഹോമിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ മ്യൂസിക് പ്ലെയർ ആക്ടിവേറ്റ് ചെയ്ത് ആ ഒരു മ്യൂസിക് കൺട്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഇനി നമ്മുടെ മ്യൂസിക് കൺട്രോളിങ്ങിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ എൻ്റെ ഐഫോണിൽ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഞാൻ നേരെ താഴത്തേക്ക് വെച്ചു. എൻ്റെ ആപ്പിൾ വാച്ച് എടുത്തപ്പോൾ എനിക്കൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡബിൾ ടാപ്പ്, പാട്ട് പോസായി. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. എഗെയിൻ ഡബിൾ ടാപ്പ്, പാട്ട് റെസ്യൂം ആയിട്ടുണ്ട്. ഒന്നുകൂടെ ചെയ്യാം. പാട്ട് പോസായി, പാട്ട് പ്ലേ ആയി. ഇതേപോലെ നമ്മുടെ കൺട്രോൾ സെൻറ്ററിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. കൺട്രോൾ സെൻറ്ററിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സെൻറ്ററിലും നമുക്ക് യൂസ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്തു, പക്ഷേ അത് ആക്ടിവേറ്റ് ആവുന്നില്ല. എന്തുകൊണ്ട്? ഒരു ടൈം കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ സ്ക്രീൻ ഡിസേബിൾഡ് ആവും. അതിനുശേഷം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് നമ്മുടെ റിസ്റ്റ് ഡൗൺ ചെയ്യുക, അപ്പ് ചെയ്യുക. അവിടെ ഒന്നും കൂടെ സ്ക്രീൻ വേക്ക് ആവും. ഡബിൾ ടാപ്പ് ചെയ്താൽ നമ്മുടെ ആ ഒരു മ്യൂസിക് നമുക്ക് പോസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നമ്മുടെ ഹോമിലേക്ക് പോവാണ്. അതിന് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക. ഓഫായിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടെ വെയിറ്റ് ചെയ്യുക. നമ്മൾ ഡബിൾ ക്ലഞ്ച് ചെയ്തു. നമുക്ക് ഈ പറയുന്ന ക്രൗൺ ഓപ്ഷൻ പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് സിംഗിൾ ക്ലഞ്ച് എടുത്തു. നേരെ നമ്മുടെ ഈ പറയുന്ന ഹോമിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കളയാനായിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഡൺ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ടാപ്പിൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലഞ്ച് കൊടുത്താൽ അത് സെലക്ട് ആകും. ഒന്നുകൂടെ ടാപ്പ് ചെയ്താൽ എനിക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പോകുന്നത് മനസ്സിലാവും. ഞാൻ ഡിസ്മിസ് കൊടുത്തു. ഇതേപോലെ നിങ്ങൾക്ക് ഓരോ സമയത്തും ഈ പറഞ്ഞ ഡബിൾ ക്ലിഞ്ചും അല്ലെങ്കിൽ സിംഗിൾ ക്ലിഞ്ചും ഡബിൾ ടാപ്പും സിംഗിൾ ടാപ്പും ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതേ ഡബിൾ ടാപ്പ് ചെയ്തു, പിന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് ഡണ്ണിലേക്ക് വന്നിട്ടുണ്ട്. സിംഗിൾ ക്ലഞ്ച് ചെയ്തു. എൻ്റെ ആ നോട്ടിഫിക്കേഷൻ പാനലിലേക്ക് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ പറഞ്ഞ ഡിജിറ്റൽ ക്രൗൺ കൊടുത്തു. ഞാൻ എൻ്റെ ഹോമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് സീരീസ് 9-ൽ നമുക്ക് ഡബിൾ ടാപ്പ് യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സ്മാർട്ട് സ്റ്റാക്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഈ ഓപ്ഷനിൽ നമുക്ക് ഇങ്ങനെ എടുത്താൽ മാത്രം, അതായത് സ്മാർട്ട് സ്റ്റാക്സ് എടുത്താൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഡബിൾ ടാപ്പും സിംഗിൾ ടാപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് സ്മാർട്ട് സ്റ്റാക്സ് ഒന്നും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമാണ് നമുക്ക് അവിടെ വരുന്ന ഒരു പ്രശ്നം. പക്ഷേ ഈ പറഞ്ഞ ഓപ്ഷൻ എല്ലാ കൂട്ടർക്കും യൂസ്ഫുൾ ആവുന്നതാണ്. ഈ ഒരു ഡബിൾ ടാപ്പൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ കൈയൊക്കെ ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് സ്ക്രീനിൽ തൊടാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഗ്ലൗ ഇട്ടിരിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേബിനെ ഫീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഡബിൾ ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറേ യൂസേജ് വരുന്നതാണ്. സോ ഇന്നത്തെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൻ്റെ അസസീവ് ടച്ച് അല്ലെങ്കിൽ ഡബിൾ ടാപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇതേപോലെ അടിപൊളിയുള്ള വാച്ച് ഫേസ് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വാച്ച് ഫേസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ in Instagram too. And thank you so much for watching this video. This is Abin Xavier signing from Evika.